ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കേരള PSCയുടെ ബുള്ളറ്റിൻ്റെ മാർച്ച് 15 കറണ്ട് അഫയേഴ്സ് എന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമായ PSLV C-51 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ബ്രസീലിൻ്റെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1നെയും 18 ചെറു ഉപഗ്രഹങ്ങളെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. PSLVയുടെ 53ാമത്തെ ദൗത്യമാണിത്. അതായത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമായിരുന്നു PSLV C-51. അത് 53ാമത്തെ ദൗത്യമായിരുന്നു. ബ്രസീലിൻ്റെ ആമസോണിയയെയും 18 ചെറു ഉപഗ്രഹങ്ങളെയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് രാജിവെച്ചു. രാജ്യാന്തര സംഗീത വ്യവസായ ലോകത്തു പ്രശസ്തമായ EMI മ്യൂസിക് വേൾഡ് വൈഡ് സ്ഥാപക ചെയർമാനും CEOയുമായിരുന്ന ഭാസ്കര മേനോൻ അന്തരിച്ചു. വുമൺ ഇൻ ലീഡർഷിപ്പ് അച്ചീവിംഗ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ എ COVID-19 വേൾഡ് എന്നതാണ് 2021 വനിതാ ദിനത്തിൻ്റെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ടുവെച്ച പ്രമേയം. എന്താണ്? വുമൺ ഇൻ ലീഡർഷിപ്പ് അച്ചീവിംഗ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ എ COVID-19 വേൾഡ്. തെലങ്കാനയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചു. രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രം, അതായത് സുവർണ ചകോരം കിട്ടിയത് ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ഇറ്റ് ഈസ് എ റിസ്ട്രക്ഷൻ. ഈ ചിത്രത്തിനാണ് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രം സുവർണ ചകോരം ലഭിച്ചത്. ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ഇറ്റ് ഈസ് എ റിസ്ട്രിക്ഷൻ. മികച്ച സംവിധായകൻ, അതായത് രജത ചകോരം ലഭിച്ചത് ബഹ്മാൻ തവൂസി. മികച്ച സംവിധായകൻ രജത ചകോരം ലഭിച്ചത് ബഹ്മാൻ തവൂസിക്കാണ്. പ്രേക്ഷക പുരസ്കാരം ലഭിച്ചത് ചുരുളി എന്ന ചിത്രത്തിനാണ്. മികച്ച മലയാള ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം മ്യൂസിക്കൽ ചെയർ. മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ഇൻ ബിറ്റ്വീൻ ഡൈയിങ്. ഒന്നും കൂടി പറയാം. സുവർണ ചകോരം ലഭിച്ചത്, അതായത് മികച്ച ചിത്രം ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ഇറ്റ് ഈസ് എ റിസ്ട്രക്ഷൻ. മികച്ച സംവിധായകൻ, അതായത് രജത ചകോരം ലഭിച്ചത് ബഹ്മാൻ തവൂസി. മികച്ച സംവിധായകൻ ആണ് ബഹ്മാൻ തവൂസി. പ്രേക്ഷക പുരസ്കാരം ചുരുളി എന്ന ചിത്രത്തിന്. മികച്ച മലയാള ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ചത് മ്യൂസിക്കൽ ചെയർ. മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ഇൻ ബിറ്റ്വീൻ ഡൈയിങ്. ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചെയർപേഴ്സൺ ആയത് മേരി കോമാണ്. തെലങ്കാനയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചു. തെലങ്കാനയിലാണ് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചത്. ബംഗ്ലാദേശിൻ്റെ 50ാമത്തെ സ്വതന്ത്ര വാർഷികത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെ ധാക്ക, ഇന്ത്യയിലെ ന്യൂ ജയ്വായ് എന്നീ സ്ഥലങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിച്ച് ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ബംഗ്ലാദേശിൻ്റെ 50ാമത്തെ സ്വാതന്ത്ര്യദിന വാർഷികത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെ ധാക്കയെയും ഇന്ത്യയുടെ ന്യൂ ജയ്വായ്, ഗൂരി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചാണ് ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ PV സിന്ധുവിനെ തോൽപ്പിച്ച് കരോളിന മാരിൻ ജേതാവായി. സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിലാണ് കരോളിന മാരിൻ ജേതാവായത്. നമ്മുടെ PV സിന്ധുവിനെയാണ് തോൽപ്പിച്ചത്. കരോളിന മാരിൻ ജേതാവായി. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ് ചെയർമാനായി പ്രമോദ് ചന്ദ്ര മോദി തിരഞ്ഞെടുക്കപ്പെട്ടു. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിൻ്റെ ചെയർമാനായി
പ്രമോദ് ചന്ദ്ര മോദി തിരഞ്ഞെടുക്കപ്പെട്ടു. വിശ്വാസ് മേത്ത കേരള സംസ്ഥാനത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായി. വിശ്വാസ് മേത്തയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പോഴത്തെ. ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റായി ഇന്ത്യൻ വംശജനായ മഞ്ജു വർഗീസ് നിയമിതനായി. ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാണ് മഞ്ജു വർഗീസ്. പരിസ്ഥിതി പ്രവർത്തകനായ NK സുകുമാരൻ നായർ അന്തരിച്ചു. പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു സുകുമാരൻ നായർ. 78ാം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ബെസ്റ്റ് ആക്ടർ ഡ്രാമ വിഭാഗത്തിന് ലഭിച്ചത് ചാഡ്വിക് ബോസ്മാൻ. 78ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് നൽകിയത്. അത് ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടിയത് ചാഡ്വിക് ബോസ്മാൻ. ബെസ്റ്റ് ആക്ട്രസ് ഡ്രാമ വിഭാഗത്തിന് ആൻഡ്ര ഡേ. ബെസ്റ്റ് ഡയറക്ടറായിട്ട് ഡ്രാമ വിഭാഗത്തിലുള്ളത് ചോലെ സാഹോ. ബെസ്റ്റ് മോഷൻ പിക്ചർ ആയിട്ടുള്ളത് ഡ്രാമ വിഭാഗത്തിൽ നോമാഡ്ലാൻഡ് എന്നിവയാണ്. അപ്പോൾ 78ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം പ്രഖ്യാപിച്ചു. ബെസ്റ്റ് ആക്ടറാണ് ചാഡ്വിക് ബോസ്മാൻ ആണ് ബെസ്റ്റ് ആക്ടർ. ബെസ്റ്റ് ആക്ട്രസ് ആണ് ആൻഡ്ര ഡേ. ആക്ട്രസ് ആൻഡ്ര ഡേ, ആക്ടർ ചാഡ്വിക് ബോസ്മാൻ. പിന്നെ ബെസ്റ്റ് ഡയറക്ടറാണ് ചോലെ സാവോ ബെസ്റ്റ് ഡയറക്ടർ. ബെസ്റ്റ് മോഷൻ പിക്ചർ ആണ് നൊമാഡ്ലാൻഡ് ആണ് ബെസ്റ്റ് മോഷൻ പിക്ചർ. ജോർജിയയുടെ പ്രധാനമന്ത്രി ഇറക്ലി ഗരിബാഷ്വിലി എന്നിവരെ തിരഞ്ഞെടുത്തു. ജോർജിയയുടെ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇറക്ലി ഗരിബാഷ്വിലി. ഇറക്ലി എന്ന് ഓർത്താൽ മതി. പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവും ജോർജിയ ഇറക്കി എന്തെങ്കിലും അങ്ങനെ ആലോചിച്ചാൽ മതി. ജോർജിയ ഇറക്ലി ഗരിബാഷ്വിലി. നിലവിലെ കേന്ദ്ര സാമ്പത്തികകാര്യ വകുപ്പ് സെക്രട്ടറിയായ തരുൺ ബജാജിന് കേന്ദ്ര റവന്യൂ സെക്രട്ടറിയായി അധിക ചുമതല നൽകി. പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റ് വെതർ സ്റ്റേഷൻ സംസ്ഥാനത്ത് ആദ്യമായി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാപിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ആരോഗ്യ കേരള പരിശീലന വിഭാഗവും തിരുവനന്തപുരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി പ്രൊജക്ട് സുരക്ഷ എന്ന പേരിൽ കോവിഡ് പ്രതിരോധ കോഴ്സ് ആരംഭിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡന്റായ കമല ഹാരിസിന്റെ സാമ്പത്തിക നയ രൂപീകരണ സംഘത്തിൽ മലയാളിയായ മൈക്കിൾ സി ജോർജിനെയും ഉൾപ്പെടുത്തി. മൈക്കിൾ സി ജോർജിനെയും കൂടിയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ സാമ്പത്തിക നയ രൂപീകരണ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. മൈക്കിൾ സി ജോർജ്. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഇറ്റാലിയൻ അംബാസഡറായ ലൂക്ക അറ്റാനിസോ കൊല്ലപ്പെട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഇറ്റാലിയൻ അംബാസഡറാണ് കൊല്ലപ്പെട്ടത്. ലൂക്ക അറ്റാൻസിയോ. 6ാമത് ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം പുരസ്കാരത്തിൽ ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേഡ് സ്റ്റേറ്റ് വിഭാഗത്തിൽ കേരളം സുവർണ പുരസ്കാരം നേടി. ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേഡ് സ്റ്റേറ്റ് പുരസ്കാരത്തിലാണ് കേരളം സുവർണ പുരസ്കാരം നേടിയത്. കൊല്ലം ജില്ലയിലെ ആശ്രാമത്ത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ആരംഭിച്ച സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നു. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെച്ചതിനാൽ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. സ്വന്തം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് 22 ടെസ്റ്റ് വിജയങ്ങൾ സ്വന്തമാക്കിയ വിരാട് കോഹ്ലി സ്വന്തമാക്കി. ഇത്രയാണ് PSC ബുള്ളറ്റിന്റെ മാർച്ച് 15 കറന്റ് അഫയേഴ്സ്. താങ്ക് യു.